സംസ്ഥാനത്ത് പാൽ വില വർധന പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയുടെ വർധനയാണ് ഉണ്ടായത്. ഇതിൽ 3 രൂപ 35 പൈസ കർഷകർക്ക് ലഭിക്കുമെന്ന് മിൽമ അറിയിച്ചിരുന്നു. 8 മാസം മുൻപ് ധാരണയായ വില വർധനയാണ് മിൽമ ഇപ്പോൾ നടപ്പാക്കുന്നത്. പാൽവില കൂടുമെന്നുള്ളത് നേരത്തെയുള്ള ധാരണയായിരുന്നു. അത് ഇന്നു മുതൽ പ്രാബല്യത്തിലായി എന്നുള്ളതാണ്. പെട്രോളിന് വില കൂടി, ഡീസലിന് വില കൂടി, ഗ്യാസിന് വില കൂടി, ഇതാ ഇപ്പോൾ പാലിനും വില കൂടിയിരിക്കുന്നു. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുള്ള ഘട്ടത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. കാരണം ആഹാര സാധനങ്ങൾക്കൊക്കെ വലിയ വില കൂട്ടേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിഭവം എന്തായാലും ഉണ്ടാകും. പക്ഷേ ഒരു ആശ്വാസം എന്ന് പറയുന്നത് അതിലൊരു വിഹിതം കർഷകർക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പാൽ വില കൂടിയതുമായി ബന്ധപ്പെട്ട് അതിലൊരു വിഹിതം കർഷകർക്ക് കിട്ടുന്നു എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഇതിപ്പോൾ തിരുവനന്തപുരത്തെ ഒരു ചായക്കടയിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 1/12/2024 ചായയുടെ വില 12 രൂപയാക്കിയതിന് ശേഷം വീണ്ടും ചായയുടെ വില കൂട്ടേണ്ട ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ കച്ചവടക്കാർ ഉള്ളത്. മെയ് 1 മുതൽ ഗ്യാസിന് 1195 രൂപ ഒറ്റയടിക്ക് വില കൂടുകയും അതും പ്രകാരം നമ്മളെ കാര്യം ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ഇതിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ പാലിൻ്റെ ലിറ്ററിന് 4 രൂപ കൂടുകയും ഈ മാസമെങ്കിലും ഗ്യാസിന് കുറയും എന്നുള്ള ഒരു ധാരണയിലാണ് ഞങ്ങൾ അങ്ങനെ പോയത്. വിലയൊന്നും കൂട്ടാതെ അങ്ങനെ നടന്നു പോയി. ഇനി അങ്ങോട്ട് വില കൂട്ടാതിരുന്നാൽ നമ്മുടെ കാര്യം പെരുവഴിയിലാവും. കാലിത്തീറ്റയുടെ അടക്കം വില വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പാൽ വിലയിൽ 3 രൂപ 35 പൈസ കർഷകർക്ക് കിട്ടുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമായ കാര്യം തന്നെയാണ്. ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം 4 രൂപയാണ് പാലിൽ വർധന. അതായത് മഞ്ഞക്കവർ പാലിന് 25 രൂപയിൽ നിന്ന് 27 രൂപയായിരിക്കുന്നു. 1 ലിറ്റർ വാങ്ങുമ്പോൾ 4 രൂപയുടെ വർധനവുണ്ടാകും. നീല ഓറഞ്ച് കവർ പാലിന് അതുപോലെ വില കൂടിയിട്ടുണ്ട്. പച്ചക്കവർ പാലിന് 29 രൂപയിൽ നിന്ന് 32, അതായത് 3 രൂപ 1 ലിറ്റർ ആകുമ്പോൾ 6 രൂപയുടെ വർധനവ് അതിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇനി അങ്ങോട്ട് ഇപ്പോൾ പാൽ ഉൽപ്പന്നങ്ങൾക്കും വിലയിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ പലയിടത്തും മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി മിൽമ അറിയിക്കുന്നുണ്ട്. അതായത് നിലവിൽ പ്രിന്റ് ചെയ്ത് വച്ചിരിക്കുന്ന കവറുകളിൽ പഴയ വിലയായിരിക്കും ഇപ്പോൾ അച്ചടിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നു മുതൽ വിലയിൽ വ്യത്യാസം വന്നതുകൊണ്ട് തന്നെ പുതിയ വിലയായിരിക്കും ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുക എന്നുള്ള കാര്യം കൂടി മിൽമ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുജിത് എംഎസിനൊപ്പം ടി എസ് ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.